ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ജാഫോസ് ഇംഗ്ലീഷ്. എല്ലാവർക്കും ഈ ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ അത് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സീരീസിലെ ആദ്യത്തെ അധ്യായമാണ് ഇന്ന്. അതായത് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് കോഴ്സാണ്. അറൗണ്ട് 50 സെഷൻസ് ഉള്ള ഈ കോഴ്സിലൂടെ സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ടുള്ള എക്സ്പ്രഷൻസ്, സെൻറ്റൻസസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സ് ആദ്യാവസാനം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സിനെ മനസ്സിലാക്കാനും അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കോഴ്സിലൂടെ നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് അവരുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസുകളും സെൻറ്റൻസുകളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഡെയിലി കോൺവെർസേഷൻ, ഡെയിലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഒരു ബേസിക് നേറ്റീവ് ലാംഗ്വേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ആരും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കേണ്ട. നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ ഡെയിലി ലൈഫിൽ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അറൗണ്ട് 500 എക്സ്പ്രഷൻസ് ആണ് ഈ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതെല്ലാം കവർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അതുപോലെ സംസാരിക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളുടെ നിലവിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചുകൂടെ ഒരു ഹൈ ലെവലിലേക്ക് ഉയർത്താനും കുറച്ചുകൂടെ എഫർട്ട്ലെസ്ലി സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതിനും ഒക്കെ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും, യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ പഠിപ്പിക്കാൻ ഈ പറയുന്ന എക്സ്പ്രഷൻസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് മൂവീസാണ്. അതായത് മൂവി ക്ലിപ്സുകൾ, മൂവി ഡയലോഗ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മുഴുവൻ എക്സ്പ്രഷൻസും പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അവരുടെ ഡെയിലി ലൈഫിൽ ഇത് പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ഒപ്പം എളുപ്പത്തിൽ ഇത് ഓർമ്മിച്ചെടുക്കാനും ആ പറയുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. എനിവേ, വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സീരീസിലെ ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏതാനും ചില പൊളൈറ്റ് ആൻഡ് സോഷ്യൽ ഫ്രേസസ് ആണ്. അതായത് സാധാരണ പ്രധാനമായിട്ടും നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിളിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോവുക. അപ്പോൾ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ അവർ പൊളൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സോഷ്യൽ ലെവലിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ ഫ്രേസസ് ആണെന്ന് നമ്മൾ പ്രധാനമായിട്ടൊരു 10 എണ്ണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂവി ക്ലിപ്സിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാ, നോക്കൂ. ഓക്കെ, കേട്ടല്ലോ. എന്താണ് ഈ ഒരു വീഡിയോയിൽ അവർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നോക്കൂ, അവർ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ലോങ് ടൈം നോ സീ. അവർ സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ ഡെയിലി സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സ്പ്രഷനാണ് ലോങ് ടൈം നോ സീ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കണ്ടിട്ട് കുറേ കാലമായല്ലോ. ലോങ് ടൈം നോ സീ, കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് നമ്മൾ സാധാരണ സംഭാഷണത്തിൽ പറയുന്നൊരു കാര്യമാണ് മലയാളത്തിൽ, അല്ലേ? അപ്പോൾ കണ്ടിട്ട് കുറേ ആയല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. ലോങ് ടൈം നോ സീ എന്ന് പറയുമ്പോൾ ഹാവിൻറ്റ് മെറ്റ് ഇൻ എ ലോങ് ടൈം എന്ന അർത്ഥത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരു കോൺവെർസേഷൻ ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കോൺവെർസേഷൻ ഒന്ന് നോക്കിയേ. ആദ്യത്തെ ആൾ മറ്റേ ആളോട് പറയുകയാണ്, ഹേയ് ലോങ് ടൈം നോ സീ. മറ്റേ ആൾ പറയാണ്, യാ ഇറ്റ്സ് ബീൻ ഏജസ്. അതൊരു എക്സ്പ്രഷനാണ്, ഒരു ഫ്രേസാണ്. ഇറ്റ്സ് ബീൻ ഏജസ്, കുറേ കാലമായി, ഒത്തിരി കാലമായി. ഇറ്റ്സ് ബീൻ ഏജസ്. അല്ല, ഏജസ് എന്ന് പറയുമ്പോൾ യുഗങ്ങളായി, കുറേ കാലമായി എന്ന് പറയുന്നത് അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംസാര രീതിയാണ് അത്. ഓക്കെ, ഇറ്റ്സ് ബീൻ ഏജസ് എന്ന് പറയുന്നത്. എനിവേ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എക്സ്പ്രഷൻ ഏതാണ്? ലോങ് ടൈം നോ സീ. എല്ലാവരും പറഞ്ഞ് പരിശീലിക്കുക. ഇനി നമ്മൾ അടുത്ത എക്സ്പ്രഷനിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങൾക്ക് തീർത്തും കോൺഫിഡൻഷ്യലായിട്ട് 1-to-1 ആയിട്ട്, അതായത് ഒരു ലേണർക്ക് ഒരു ട്രെയിനർ എന്ന രൂപത്തിൽ ഇംഗ്ലീഷ് വീട്ടിലിരുന്ന് ലോകത്തെവിടെ ഇരുന്നും സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ വിഖ്യാതമായിട്ടുള്ള നമ്മുടെ ഒരു 5 month ഡ്യൂറേഷനുള്ള റെഗുലറായിട്ടുള്ള ഒരു പ്രാക്ടീസ് കോഴ്സുണ്ട്. ബ്രിസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ് കോഴ്സിൻ്റെ പേര്. ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച കോഴ്സാണ്. നിങ്ങൾക്കറിയാം, ഭാഷ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അതിനൊരു മിനിമം സമയം ആവശ്യമാണ്.
അങ്ങനെ തയ്യാറാണെങ്കിൽ അരമണിക്കൂർ ഒരു ദിവസം മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉപകാരപ്പെടുത്താം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്തൊരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മുഴുവൻ ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരുന്നതായിരിക്കും. എനിവേ നമുക്ക് നമ്മുടെ സെഷൻ തുടരാം. രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇതാണ്. എന്താണ് ഈ ഒരു വീഡിയോയിൽ ഈ ചെറിയൊരു ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ്? ഹൗ ഹാവ് യു ബീൻ, ഹൗ ഹാവ് യു ബീൻ, ഹൗ ഹാവ് യു ബീൻ. രണ്ടാളുകൾ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഹാസ് ലൈഫ് ബീൻ എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നതാണ്. എന്തൊക്കെയുണ്ട്, അതായത് ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നത്, സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് ഹൗ ഹാവ് യു ബീൻ, ഹൗ ഹാവ് യു ബീൻ, ഹൗ ഹാവ് യു ബീൻ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ തന്നിരിക്കുന്ന ഡയലോഗ് നോക്കിയേ. ഒരാൾ ചോദിക്കുകയാണ് ഹൗ ഹാവ് യു ബീൻ, മറ്റേ ആൾ പറയുക ഐ ഹാവ് ബീൻ ഡൂയിങ് വെൽ താങ്ക്സ്, ഐ ഹാവ് ബീൻ ഡൂയിങ് വെൽ താങ്ക്സ്. അതിൻ്റെ അർത്ഥം എന്താ? നല്ല സുഖം, കുഴപ്പമില്ല. ആദ്യത്തെ ആൾ ചോദിക്കാൻ ഹൗ ഹാവ് യു ബീൻ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഐ ബീൻ ഡൂയിങ് വെൽ താങ്ക്സ്, നന്ദി എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത എക്സ്പ്രഷൻ ഏതാണെന്ന് നോക്കിയാലോ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതായത് ഈ വീഡിയോയിൽ വ്യക്തമാണ് ആ പെൺകുട്ടി അവരുടെ മമ്മി അതുപോലെ ഡാഡി അവരെ അടക്കം ചെയ്തിരിക്കുന്ന ആ ശവകുടീരത്തിൻ്റെ അടുത്ത് നിന്നും യാത്ര പറയുകയാണ്. സി യു ലേറ്റർ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം ബായ് എന്നാണ്. അപ്പോൾ പൊതുവെ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് സി യു ലേറ്റർ. സി യു ലേറ്റർ ഒരു ബേസിക് എക്സ്പ്രഷനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചർ ഒന്ന് നോക്കിയേ. ഐ ഹാവ് ടു ലീവ് നൗ എന്ന് ആദ്യത്തെ ആൾ പറയുമ്പോൾ മറ്റേ ആൾ പറയാണ് ഓക്കെ സി യു ലേറ്റർ, സി യു ലേറ്റർ. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇനി നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. യെസ്, നമ്മുടെ സാധാരണ സംഭാഷണത്തിലൊക്കെ നമ്മൾ തന്നെ യൂസ് ചെയ്യാറുള്ള ഒരു പ്രയോഗമാണ് ടേക്ക് കെയർ. ടേക്ക് കെയർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ ടേക്കിംഗ് കെയർ ഓഫ് സംബഡി ഓർ സംതിങ്, കാര്യങ്ങളെ, ഒരാളെ അല്ലെങ്കിൽ ഒരു സംഭവം സൂക്ഷിക്കുക, സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ടേക്ക് കെയർ പറയാറുണ്ട്. പക്ഷേ നമ്മൾ രണ്ടാളുടെ സംഭാഷണത്തിൽ പെട്ടെന്ന് യാത്ര പിരിയുന്ന സമയത്ത് ടേക്ക് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ടേക്ക് കെയർ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുഡ് ബൈ എന്ന് മാത്രമേ ഉള്ളൂ. ഗുഡ് ബൈ എന്ന് നമ്മൾ പറയില്ലേ, അതിന് തുല്യമാണ് ടേക്ക് കെയർ, ടേക്ക് കെയർ. ഓക്കെ, അപ്പോൾ അവർ സാധാരണ പറയുന്ന ഇവിടെ നോക്കിയേ, ഈ ഒരു കോൺവെർസേഷൻ നോക്കിയേ. ഒരാൾ പറയുകയാണ് സീ യു ടുമോറോ, അടുത്ത ആൾ പറയുക ടേക്ക് കെയർ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എക്സ്പ്രഷൻ നോക്കാം. No problem at all, sir. 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 മനസ്സിലായോ? ഈ ഒരു ഡയലോഗിൽ, ഈ ഒരു കോൺവെർസേഷൻ, ഈ ഒരു ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് നോ പ്രോബ്ലം അറ്റ് ഓൾ എന്നാണ്. നോ പ്രോബ്ലം അറ്റ് ഓൾ എന്താണ്? നോ പ്രോബ്ലം അറ്റ് ഓൾ നമ്മൾ എപ്പോഴാണ് നോ പ്രോബ്ലം അറ്റ് ഓൾ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ. ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോരായ്മ വന്നു, അല്ലെങ്കിൽ അയാൾ നമ്മളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ, അതേ അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും നോ പ്രോബ്ലം അറ്റ് ഓൾ, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് പറഞ്ഞു പഠിച്ചേ. നോ പ്രോബ്ലം അറ്റ് ഓൾ, നോ പ്രോബ്ലം അറ്റ് ഓൾ. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരം അവരുടെ സംഭാഷണങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ഈ പിക്ചർ നോക്കിയേ. സോറി ഐ ആം ലേറ്റ്. ഒരാൾ പറയാണ് ക്ഷമിക്കണം ഞാൻ വൈകി. അപ്പോൾ അടുത്ത ആൾ പറയുക നോ പ്രോബ്ലം അറ്റ് ഓൾ, ഒരു കുഴപ്പമില്ല. അതിനെന്താ നോ പ്രോബ്ലം അറ്റ് ഓൾ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ക്ലിപ്പിലേക്ക് വരാം. നോക്കിയേ. We borrowed your car that night, my bad. 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 ഇവിടെ അദ്ദേഹം പറയുന്നത് we borrowed your car that night, my bad. We borrowed your car that night, my bad. അതായത് ഇയാളുടെ നിന്ന് കാറ് ഇദ്ദേഹം വാങ്ങുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാർ ഇദ്ദേഹം ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് തെറ്റായിപ്പോയി എന്ന അർത്ഥത്തിൽ, അതെൻ്റെ തെറ്റാണ് എന്ന അർത്ഥത്തിൽ മൈ ബാഡ് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ മൈ ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ മിസ്റ്റേക്ക് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും മൈ ബാഡ്, മൈ ബാഡ്.
എന്ന് പറയാം. മൈ ബാഡ് അതൊരു മര്യാദ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ചുകൂടെ ഒരു റെസ്പെക്റ്റ് കാണിക്കുന്ന ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ ഒരു പൊളൈറ്റ്നെസ് കാണിക്കുന്ന ഒരു പ്രയോഗമാണ് മൈ ബാഡ്. ഓക്കെ, ഇവിടെ ഈ ഒരു സ്റ്റോറി നോക്കിയേ. വി മിസ്ഡ് ദ ടേൺ. അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം മിസ്സാക്കി. ഇറ്റ് മൈറ്റ് ബി ഇപ്പം നമ്മളതൊരു ഫിസിക്കലി ഒരു ടേൺ ആവണമെന്നില്ല, അല്ലാതെയും എന്തെങ്കിലും നമ്മുടെ ഒരു അവസരം നമ്മൾ മിസ്സാക്കിയെന്ന അർത്ഥത്തിലും അങ്ങനെ പറയാം. വി മിസ്ഡ് ദ ടേൺ. ഓക്കെ, അപ്പോൾ മറ്റേ ആൾ പറയുകയാണെന്ത്, മൈ ബാഡ്, ഐ വാസൻ പേയിങ് അറ്റൻഷൻ. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ തെറ്റാണ്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഐ വാസൻ പേയിങ് അറ്റൻഷൻ, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ദറ്റ് മീൻസ് മൈ ബാഡ്. അപ്പോൾ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എന്നൊന്നും പറയണ്ട, മൈ ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഓക്കെ, സംഭാഷണത്തിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മൈ ബാഡ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത പ്രധാനപ്പെട്ട എക്സ്പ്രഷൻ, I am so sorry about that. 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 ഐ എം സോ സോറി അബൌട്ട് ദാറ്റ് എന്നാണ്. അല്ല, വളരെ ക്ലിയറാണ് അവർ പറഞ്ഞ കാര്യം. സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളജി പറയുകയാണ്. ഐ എം സോ സോറി അബൌട്ട് ദാറ്റ്. ഞാൻ ആ ചെയ്തതിൽ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഐ എം സോ സോറി അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോളജി പറയുകയാണ്, ക്ഷമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു സ്റ്റോറി നോക്കിയേ. യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട്. നീ എൻ്റെ കാലിൽ ചവിട്ടി. യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട്. നീ എൻ്റെ കാലിൽ ചവിട്ടി. അപ്പോൾ ചവിട്ടിയതിന് മറ്റേ ആൾ പറയുക സോറി അബൌട്ട് ദാറ്റ്. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു സോറി അബൌട്ട് ദാറ്റ്. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോ സോറി അബൌട്ട് ദാറ്റ്, ഐ എം സോ സോറി അബൌട്ട് ദാറ്റ്, അല്ലെങ്കിൽ ഐ എം സോറി അബൌട്ട് ദാറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം. No, after you. No, after you. No, after you. No, after you. ക്ലിയർ ആണെന്ന് കരുതുന്നു. നോ ആഫ്റ്റർ യു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ആഫ്റ്റർ യു എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ആഫ്റ്റർ യു, നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ രണ്ട് പേരുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരാൾ മറ്റൊരാളോട് പറയാണ് ആഫ്റ്റർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോകൂ, പുറകെ ഞാൻ വരാം. അപ്പോൾ ആഫ്റ്റർ യു എന്ന് പറഞ്ഞാൽ യു ഗോ ഫസ്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. യു ഗോ ഫസ്റ്റ്. ഇത് നിത്യസംഭാഷണത്തിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും ഈ ഒരു സംഗതി കേൾക്കാറുണ്ടാകാം. ഓക്കെ, അപ്പോൾ നോക്കിയേ ഈ ഒരു പിക്ചർ നോക്കിയേ. വിച്ച് വൺ ഓഫ് us ഷുഡ് ഗോ. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ? വിച്ച് വൺ ഓഫ് us ഷുഡ് ഗോ. വിച്ച് വൺ ഓഫ് us എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആര്. വിച്ച് വൺ ഓഫ് us നമ്മളിൽ ആര്. വിച്ച് വൺ ഓഫ് us ഷുഡ് ഗോ, നമ്മളിൽ ആരാണ് പോവേണ്ടത്. അപ്പോൾ അയാൾ പറയാം ആഫ്റ്റർ യു, നിങ്ങൾ ആദ്യം പോവൂ, യു ഗോ ഫസ്റ്റ് എന്ന് അദ്ദേഹം പറയാണ്. ആഫ്റ്റർ യു പറഞ്ഞ് പരിശീലിക്കുക. Pardon please, you say father still unconscious. 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 എന്താണ് ഈ ക്യാരക്ടേഴ്സ് പറയുന്നത്? ആദ്യം തന്നെ തുടങ്ങുന്നത് പാടൻ. അതാണ് നമുക്ക് പഠിക്കാനുള്ള എക്സ്പ്രഷൻ. പാടൻ ഇടയ്ക്കിടയ്ക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പാടൻ പ്ലീസ് യു സേ ഫാദർ ഇസ് സ്റ്റിൽ കോൺഷ്യസ്. അച്ഛന് ഇപ്പോഴും ബോധമുണ്ടെന്നാണോ നീ പറയുന്നത്? പാടൻ, ആദ്യം ഇയാൾ പറഞ്ഞ കാര്യം മറ്റയാൾ കേട്ടിട്ടില്ല. ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മളത് കേട്ടിട്ടില്ല പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, നമുക്കിപ്പോഴും സ്റ്റിൽ ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് പാടൻ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പാടൻ എന്ന് പറയാം. ദാറ്റ് മീൻസ് പാടൻ മീൻസ് കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദറ്റ് അഗെയിൻ. അപ്പോൾ ഇവിടെ എന്താണ്? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് യുവർ ഫാദർ ഈസ് സ്റ്റിൽ കോൺഷ്യസ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഫാദർ ഈസ് സ്റ്റിൽ കോൺഷ്യസ് ആണോ, ഇപ്പോഴും അത് കോൺഷ്യസ് ആണോ ഫാദർ? പാടൻ ഒന്നുകൂടെ പറഞ്ഞേ എന്ന അർത്ഥത്തിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് റിപ്പീറ്റ് എന്നാണ്. അത് നമ്മുടെ സംഭാഷണങ്ങളൊക്കെ പൊതുവെ ഉപയോഗിക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോവുകയാണ്. Excuse me, miss, what is this? 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 ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്ക്യൂസ് മീ മിസ് വാട്ട് ഈസ് ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് മിസ്, ഇതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ മുമ്പ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് അർത്ഥമുണ്ടോ? പ്രത്യേകിച്ച് അർത്ഥമില്ല. പക്ഷേ നമ്മളൊരാളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ക്യൂസ് മീ അല്ലേ, ടു ഗെറ്റ് അറ്റൻഷൻ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അയാളുടെ ശ്രദ്ധ നമുക്ക് ക്ഷണിക്കണം, പക്ഷേ സോറി എന്ന രൂപത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സോറി ചോദിക്കലാണ് ഈ എക്സ്ക്യൂസ് മീ. പക്ഷേ
അയാളുടെ ശ്രദ്ധ തിരിക്കുക എന്ന ഉദ്ദേശമാണ് ആ പറയുന്ന എക്സ്പ്രഷനുള്ളത്. അപ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളായിരിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കോഴ്സിൻ്റെ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ വളരെ ബേസിക് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എങ്കിലും 500 എക്സ്പ്രഷൻസ് ഞാൻ പറയുമ്പോൾ അതിൽ പലതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും, പലതും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം. ഈ 500 എണ്ണവും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും. എനിവേ, വളരെ പ്രധാനപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള 10 എക്സ്പ്രഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എക്സ്ക്യൂസ് മീ, ഇസ് ദിസ് സീറ്റ് ടേക്കൺ? നമുക്ക് സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസാണ് ഇസ് ദിസ് സീറ്റ് ടേക്കൺ. നമുക്ക് ബസ്സിലോ ട്രെയിനിലോ നമുക്കൊരു സീറ്റിലിരിക്കണം, അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരാളുണ്ട്, അയാളുടെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സീറ്റിൽ ആളുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇസ് ദിസ് സീറ്റ് ടേക്കൺ എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറയണം നോ ഇറ്റ്സ് ഫ്രീ, ഇല്ല അത് ഫ്രീ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമുക്ക് എക്സ്ക്യൂസ് മീ ഉപയോഗിക്കാം എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട 10 നേറ്റീവ് എക്സ്പ്രഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റ് 10 എക്സ്പ്രഷൻസുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം. ഈ അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബേസ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സീരീസ് ഫോളോ ചെയ്യുക. ഈ സീരീസിലെ എല്ലാ വീഡിയോയും ഞാനൊരു പ്ലേലിസ്റ്റാക്കി ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.